വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു അടിപൊളി പനീർ ബട്ടർ മസാല റെസിപ്പിയാണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ. കമോൺ. പനീർ ബട്ടർ മസാലയുടെ ഗ്രേവിക്കായിട്ട് നമുക്ക് വേണ്ടത് 2 സവോള, ഒരു 3-4 അള്ളി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. പിന്നെ ഒരു 3-4 തക്കാളിക്കാണ് നമുക്ക് ആവശ്യം. അതില്ലാത്തത് കൊണ്ട് ഞാൻ ടൊമാറ്റോ പ്യൂരിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സവോളയൊക്കെ ഒരു ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പനീർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അതിനെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം നീളത്തിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം ഓരോ നീളത്തിലുള്ളതും ചെറിയ ചെറിയ ക്യൂബ്സ് എന്നാൽ തരത്തിൽ ഞാൻ ഒരു ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കും എത്രയും വലുപ്പത്തിലാണ്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഇതുപോലെ ക്യൂബായിട്ട് നമ്മുടെ പനീർ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ കുറച്ച് ചൂടുവെള്ളത്തിനകത്തോട്ട് ഒരു ബൗളിനകത്ത് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഈ പനീർ ഇട്ടൊന്ന് വെക്കണം. ഒരു 20-25 മിനിറ്റ് പനീർ നമ്മൾ കുതിർത്ത് വെക്കണം. കുതിർത്ത് വെക്കുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് ഈ പനീറിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് ഗ്രേവിയുടെ പരിപാടികളിലേക്ക് പോകാം. അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് ഒന്ന് പാൻ ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കണം. ആ ബട്ടർ ആ പാനിലേക്ക് ഒന്ന് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ പാത്രം എടുത്തോ ഒന്ന് കറക്കി ഒന്ന് എല്ലായിടത്തും ആക്കുകയാണെങ്കിൽ വേഗം ബട്ടർ മെൽറ്റായി കിട്ടും. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റ് ആവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒത്തിരി ഒന്നും വേണ്ട, ഒരു 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഫ്ലേവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ബട്ടറിലേക്കൊന്ന് ഇറങ്ങി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയാണ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് 2-3 സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ചേർത്ത് കൊടുക്കണം. ഒത്തിരി തിന്നായിട്ടൊന്നും സവോള അരിയേണ്ട കാര്യമില്ല. കാര്യം നമ്മളിതെല്ലാം ലാസ്റ്റിൽ അരച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് നമുക്ക് അരിഞ്ഞ് ചേർക്കാവുന്നതുള്ളൂ. അതുകൊണ്ട് വലിയ സമയമൊന്നും സവോള അരിയുന്നതിലൊന്നും നമ്മൾ ചിലവാക്കേണ്ട കാര്യമില്ല. ഒരു ഈസി റെസിപ്പിയാണിത്. നമ്മുടെ സവോളയൊക്കെ ബട്ടറിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിയിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് കളർ മാറണം. നമ്മൾ ഈ സമയത്ത് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ ബാക്കി നമ്മുടെ ഗ്രേവി ആയി കഴിയുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്തെടുക്കാവുന്നതാണ്. സവോളയുടെ കളർ ഒന്ന് ചെറുതായിട്ട് മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് നമ്മുടെ തക്കാളിക്ക് അരിഞ്ഞതാണ് ചേർക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ തക്കാളിക്ക് ഇല്ലാഞ്ഞത് കൊണ്ട് ഞാൻ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ പ്യൂരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ചൂടുവെള്ളത്തിനകത്ത് കിടന്നിട്ട് സവോളയും തക്കാളിക്കയൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ്. സാധാ വെള്ളം ചേർത്താലും കുഴപ്പമില്ല, ചൂടുവെള്ളമാണെങ്കിൽ വേഗം നമുക്ക് കുക്കായിട്ട് കിട്ടും. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് സവോള വഴണ്ട് കിട്ടി. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊറിയാണ്ടർ പൗഡർ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഗരം മസാലയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ജസ്റ്റ് ഒരു അളവിനൊരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പനീർ ബട്ടർ മസാലയ്ക്ക് ഒരു ചെറിയ മധുരവും കൂടെ ഉണ്ട് അല്ലേ. ആ ഒരു മധുരം കിട്ടാനായിട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ആഡ് ചെയ്തു. ഇനിയും നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റി ആ മസാലയൊക്കെ ആ പച്ചക്കുത്തലും ഒക്കെ ഒന്ന് മാറാനായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒരു 3-4 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. സോ ഇപ്പം നമ്മുടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി ഒന്ന് ആറാനായിട്ട് നമ്മുടെ മസാല വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആ പാൻ തന്നെയാണ് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചു കൊടുത്തു. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് 2 കഷ്ണം കറുകപ്പട്ട, ചെറിയ 2 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഏലക്ക അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചിട്ട് ആ ഏലക്കായും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതാണ് ബേ ലീഫ്.
നമ്മൾ കരിയാപ്പിലയൊന്നും ഇങ്ങനത്തെ കറികളിലൊന്നും അധികം യൂസ് ചെയ്യാറില്ല. അതിന് പകരമായിട്ട് ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബേ ലീഫ്. ഞാൻ 2 ഇല ബേ ലീഫും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ബട്ടറിനകത്ത് കിടന്ന് ചൂടാകണം. ഒരു 1-2 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പനീർ, നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച പനീർ ഇതിനകത്തോട്ടൊന്ന് ജസ്റ്റ് ഇട്ട് ഫ്രൈ ചെയ്യുക. ഒത്തിരി ഒന്നും അങ്ങ് മുരിഞ്ഞ് ഫ്രൈ ആവേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ, ഒത്തിരി ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കുക. അതിൻ്റെ ഒരു സൈഡിലോട്ട് തന്നെ നമ്മുടെ കാഷ്യൂ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഈ കാഷ്യൂ നട്ട് നമ്മുടെ മുമ്പേ നമ്മൾ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ തണുക്കാൻ, അതിനകത്തോട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ ആ കാഷ്യൂ ഒന്ന് ജസ്റ്റ് വറുത്തിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. അപ്പോഴും നമ്മുടെ പനീർ കുട്ടന്മാർ ഇതാ ഇവിടെ കിടന്ന് ഫ്രൈ ആകുന്നുണ്ട്. അതൊന്ന് ചെറുകെ കളർ മാറിയപ്പോൾ നമ്മുടെ ബട്ടറിനകത്തുനിന്ന് ഞാൻ മാറ്റി ഒരു പ്ലേറ്റിനകത്തോട്ടിട്ടു. ഇനിയാണ് നമ്മുടെ അരച്ചെടുത്ത ഗ്രേവി നമ്മൾ അതേ പാനിലോട്ട് തന്നെ, അപ്പോൾ നമ്മളിവിടെ വേറെ പാനൊന്നും യൂസ് ചെയ്യുന്നില്ല, ആ ഒരേ പാനിലാണ് നമ്മളിതെല്ലാം കുക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് നമുക്ക് ഒത്തിരി പാത്രമോ ഒന്നും ആവശ്യമില്ല, ഒത്തിരി സമയവും ആവശ്യം വരുന്നില്ല. നമ്മുടെ ഗ്രേവി ഇതാ നമ്മുടെ പാനിലേക്ക് ഇട്ടു. നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഈ സമയത്തൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഗ്രേവി തിളയ്ക്കാനായിട്ട് വെക്കുക. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു കുഞ്ഞു പിടി കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറികളിലൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഈ കസ്തൂരി മേത്തി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരു തിളയും കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ച പനീറൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കണം. ഇളക്കിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റൂടെ ഒന്നുകൂടെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ആ ഗ്രേവി നമ്മുടെ പനീറിലേക്കൊക്കെ കയറുകയും നന്നായിട്ട് പനീറിൽ ആ ഫ്ലേവർ വരികയൊക്കെ ചെയ്യും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണേ ഒന്നുകൂടെ നോക്കാം ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരൂടെ ഉപ്പ് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ഫ്രഷ് ക്രീം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്രീം നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ആഡ് ചെയ്യാം. ഒത്തിരി ക്രീമി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് ചേർക്കുന്നവർക്ക് കുറച്ചും ചേർക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ നമ്മളൊന്ന് തൂക്കി കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി പനീർ ബട്ടർ മസാല ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെക്കാം. കണ്ടോ, നല്ല ക്രീമി ടെക്സ്ചറുള്ള പനീർ ബട്ടർ മസാലയാണ്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമൻസും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ലവ് യു ഓൾ.